ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിംഗ് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും ആയിരിക്കും ഞാൻ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഒരുക്കി വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് ഒരുപാട് പേരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. കരിയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കരുത് എന്നാണ്. ചിലരൊക്കെ ഇങ്ങനെ തളർന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അധ്വാനം നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. അത് മുൻപോട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട് നിങ്ങളുടെ സോൾമേറ്റിനെ. അതും അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുക, അവരെ ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കേണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഡിവൈൻ സെപ്പറേഷൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സെപ്പറേഷനൊക്കെ മാറും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് എല്ലാം യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് തരുന്ന ഒരു സന്ദേശം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ കുറേ കാണുന്നുണ്ട്. അങ്ങനെയുള്ളത് മറന്നേക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് സമയമാകുമ്പോൾ എല്ലാം എത്തിച്ചേരും. യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. എന്താണ് എനിക്കിത്രയും കാലതാമസം, അങ്ങനെയുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് കൃത്യസമയത്ത് തന്നെ യൂണിവേഴ്സ് അതെല്ലാം കൊണ്ടുതരും എന്ന് തന്നെയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലോ കരിയറിനെ ഓർത്തോ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ കാണുന്നുണ്ട്. ചിലർക്കൊക്കെ വിദേശവാസ യോഗ്യ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു രാജ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. അവിടെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാണാനും ഒക്കെ ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അധ്വാനത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയെയോ കൈവിടരുത്. അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.